നിരന്തരമായിട്ടുള്ള വിവാദങ്ങളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതൊരു അജണ്ടയാണോ? അതിലേക്ക് ഇന്നലെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിന് എല്ലാ ദിവസവും പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് മതി. അല്ല, ഇതിനകത്തുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത് വീണ്ടും സജീവമാക്കി കൊണ്ടുവരിക എന്നുള്ളൊരു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വർണ്ണക്കൊള്ള സജീവമാവണല്ലോ. ഈ സജീവമാവുന്നത് ആർക്കാ ബുദ്ധിമുട്ടാവുമെന്ന് കണ്ടറിയാം. അല്ല, ഞാൻ ഇന്നലെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് എന്ന് പറയുന്നത് SIT ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്. ഇനിയും നമുക്കറിയാം അറസ്റ്റ് ചെയ്യപ്പെടാതെ ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട പ്രമുഖന്മാരുണ്ട്. അത് വരട്ടെ, ഞങ്ങൾ നോക്കിയിരിക്കുകയാണല്ലോ. കേരള ജനത ഇത് നോക്കി നിൽക്കുകയാണ്. കർത്തവരെ പിടിക്കാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്. അല്ല, സ്വാഭാവികമായിട്ടും ഇതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം മറുപടി പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഞങ്ങളെ അന്താളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വഴിമാറ്റാനുള്ള ചർച്ചയാണോ നടക്കേണ്ടത്? ഇവിടെ 10 വർഷമായിട്ട് ജനങ്ങളെ മുടിച്ച് നാനാവിധമാക്കിയ ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടക്കുകയാണ്. ജനമല്ല അതിൻ്റെ പിന്നിലാണ്. അതിനെതിരായിട്ടുള്ള ഒരു ചെറിയ ചെറിയ ഗിമ്മിക്കുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ചിന്ത, അതൊന്നും നടക്കാൻ പോണില്ല. കൃത്യമായിട്ടും നിങ്ങൾ കുറേ ആളുകൾ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ സ്ഥാനാർത്ഥികൾ പേരൊക്കെ വന്നു കഴിഞ്ഞല്ലോ. അല്ല, ചിലർക്ക് പരാതിയായിട്ട് ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറിക്കുന്നുണ്ട്. കൊച്ചിയില് നിങ്ങൾക്ക് സ്റ്റോറി ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളതിലുണ്ടാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ കൃത്യമായിട്ടും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ പിന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന രീതിയുണ്ട്. സമൂഹ മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കുന്ന പേരുകളിലൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല. AICC സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതൊന്നും ഒരു യാഥാർത്ഥ്യമില്ല. യഥാർത്ഥമായ കാര്യങ്ങൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. ഈ വയനാട് ക്യാമ്പിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പുതുയുഗ യാത്രയ്ക്ക് മുന്നോടിയായി ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള കാര്യം. അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എവിടെയാ അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. വയനാട് ക്യാമ്പിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച തീരുമാനമുണ്ട്. ഞങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ട് അതിനകത്ത്. ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മലയാള മനോരമ സപ്ലിമെന്റിലൊരു അഭിമുഖം അത് കൃത്യമായിട്ട് നമ്മുടെ സച്ചിദാനന്ദൻ സർക്കാർ ഭരണമാറ്റം നല്ലതാണ് എന്ന് ഒരു സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ അടക്കം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടത് ബുദ്ധിജീവികളും സർക്കാർ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന UDF-നെ. ലെഫ്റ്റ് എന്ന് പറയുന്ന ഇടത് ചിന്താഗതിക്കാർ, ഞങ്ങളെല്ലാം ലെഫ്റ്റ് തന്നെയാണ്. പക്ഷേ അതിന് കുറ്റമൊക്കെ ഇവർക്ക് മാത്രമാണെന്നല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന UDF. ഇത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ആകണ്ടെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് UDF-ന് വോട്ട് ചെയ്യും. അതുതന്നെയാണ് ഈ പ്രതികരണമൊക്കെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് വേറെ പേഴ്സണൽ കാര്യമുള്ളതുകൊണ്ട് പോയതില്ല. അദ്ദേഹം ഞാൻ കാസർഗോഡ്. നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ പോകാതെ എന്തോ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് ഒന്നും പറയാം, കടക്ക് പുറത്തൊന്നും പറയില്ല എന്നുള്ളതുകൊണ്ടാണോ? അങ്ങനെയാണോ? അദ്ദേഹം നിങ്ങൾ വല്ലതും പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞോ? അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. നിങ്ങൾ അദ്ദേഹത്തിനുള്ള പരാതി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ചിത്രീകരിക്കുന്നത് എന്ത് കാര്യമാണ്? ഇപ്പം ലൈനപ്പിലാണല്ലോ. ലൈനപ്പ് എവിടെ ഡിലേ ആയിട്ടുള്ളത്? ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. കൃത്യമായ ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഇല്ല. ബയലാറ്ററൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുമ്പം ഒരു ദിവസം കൊണ്ടെല്ലാം തീരില്ല. ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അതൊക്കെ സ്മൂത്തായിട്ട് തീരും. എപ്പോഴേ? അയ്യോ, അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ. അല്ല, അപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ തീയതിയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ശരി.